ദൈവവചനമാണ്. ദൈവവചനം നമുക്ക് നന്മകൾ അനുഭവിക്കാൻ ഇടവരുത്തും. ബൈബിളൊരു വാക്യമുണ്ട്, നിനക്ക് നന്മ വരും. പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഈ തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരോടും ആദ്യമേ പറയുന്നൊരു വാക്ക് ഇങ്ങനെ പറയുവാണ്: പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നന്മ വരും, ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ തിങ്കളാഴ്ച ദിവസം ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഒരു വീട്ടിലെ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് മനുഷ്യർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസം കർത്താവ്, ഈ ദിവസം ഇവർക്കൊരു അനുഗ്രഹമാകണമേ. വചനം കേൾക്കാൻ അനേകരെ ഒരുക്കുന്നതിന് നന്ദി. ഈ വചനം കേൾക്കുന്നതിലൂടെ ഇവരുടെ മനസ്സിൽ ദൈവാനുഗ്രഹങ്ങൾ, പ്രതീക്ഷയെല്ലാം കൊടുക്കുന്നതിന് നന്ദി. പ്രസംഗിക്കുന്നത് ഞാനാണെങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്, ഇടപെടുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. ഈ ശുശ്രൂഷ അങ്ങയുടേതാണ്, ഈ ശബ്ദം അങ്ങയുടേതാണ്, ഈ ജനം അങ്ങയുടേതാണ്, എല്ലാം അങ്ങയുടേതാണ്. ഞങ്ങൾ വെറും നിമിത്തങ്ങൾ മാത്രമാണ്. ഞങ്ങളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. കുറവുള്ള വെറും പച്ചയായ കുറേ മനുഷ്യരാണ്. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ നിസ്സാരരാണ്. ഞങ്ങൾ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. ഞങ്ങൾ പാപികളും ബലഹീനരും നിസ്സഹാരുമായ മനുഷ്യരാണ്. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ. തലമുറകളെ സഹായിക്കണമേ. എല്ലാത്തിൻ്റെ മേലും ദൈവാനുഗ്രഹത്തെ തന്ന് ഞങ്ങളെ സഹായിക്കണമേ.